ഗുരുഭ്യോ നമഃ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രത്തിൻ്റെ 2026 ജനുവരി 1 മുതൽ ഡിസംബർ മാസം 31 വരെയുള്ള പൊതുഫലങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അശ്വതി നക്ഷത്രം മേടൻ രാശിയിലുള്ള ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. പുരുഷ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. നക്ഷത്രത്തിൻ്റെ ദേവത അശ്വനി ദേവന്മാരാണ്. ഇവർ പൊതുവെ ഈശ്വരവിശ്വാസികളും ഊർജ്ജസ്വലരുമായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടെ ഇടപെടുന്ന സ്വഭാവക്കാരാണ്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഇവർ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും. വേഗതയിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനാൽ തീരുമാനങ്ങളിൽ പിശക് സംഭവിക്കുകയും ഇവരുടെ ഒരു സ്വാഭാവികമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ദയ, കാരുണ്യം, സഹാനുഭൂതി ഇവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടാവും. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പ്രമാണിത്വവും സത്യസന്ധതയും പുലർത്തുന്നവരാണ് ഇവർ. സാങ്കേതിക കാര്യങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കും. ഇവർക്ക് ഏറ്റവും പൊരുത്തമുള്ള നാളുകൾ ഇവയാണ്: ഭരണി, കാർത്തിക, ഉണർദം, ഉത്രം, അനിഴം, മകം. ഇവർ ഒഴിവാക്കേണ്ട നാളുകൾ ഇനി പറയുന്നവയാണ്: ചിത്തിര, വിശാഖം, മൂലം, അവിട്ടം. ഈ നാളുകാരുമായി വിവാഹബന്ധമോ കൂട്ടുപ്രവർത്തനങ്ങളോ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ആരോഗ്യം പൊതുവെ കൂടുതലായുള്ളവരാണ്. എങ്കിലും തലവേദന, മാനസിക സമ്മർദ്ദം ഇവ അലട്ടിയേക്കാം. ശ്രദ്ധ വേണ്ട കാര്യമാണിത്. സാമ്പത്തിക രംഗത്ത് പരിശ്രമത്തിനനുസരിച്ച് വർധനവുണ്ടാകും. കുടുംബസ്നേഹവും പരസ്പര ബഹുമാനവും പുലർത്തും. നേതൃഗുണം ഉള്ളവരാണ്. പദവികൾ തേടിയെത്തും. എഞ്ചിനീയറിംഗ്, ടെക്നോളജി രംഗങ്ങളിൽ ഉന്നതി കാണുന്നുണ്ട്. ഈ നാളുകാരുടെ ജീവിതത്തിൽ 28 വയസ്സിന് ശേഷം പൊതുവെ ഉയർച്ച കാണുന്നുണ്ട്. ഈശ്വരവിശ്വാസവും ധർമ്മബോധവും ഇവരുടെ ജീവിതത്തിൽ പൊതുവെ പ്രകടമായ കാര്യമാണ്. ചൊവ്വ, ഞായർ എന്നീ ദിവസങ്ങൾ ഭാഗ്യദായകമാണ്. ഗോമേതകം ധരിക്കുന്നത് നല്ലതാണ്. ഗണപതി, സുബ്രഹ്മണ്യൻ, അശ്വനി ദേവന്മാർ എന്നിവർക്ക് പ്രാർത്ഥനയും പൂജയും സമർപ്പിക്കുന്നത് ഫലപ്രദമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആത്മവിശ്വാസവും ധൈര്യവും പൊതുവെ ഇവർക്ക് കൂടുതലായിരിക്കും. നേതൃപാഠവും ഉള്ളവരും പുതിയ കാര്യങ്ങൾ പരീക്ഷണത്തിനായി ഇറങ്ങി പുറപ്പെടുന്നവരുമായിരിക്കും. കാഴ്ചയിൽ ആകർഷണീയതയും പ്രവൃത്തിയിലും നടത്തയിലും ആത്മവിശ്വാസവും പ്രകടമായിരിക്കും. തീരുമാനങ്ങൾ അതിവേഗമാകുന്നതിനാൽ പലപ്പോഴും പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. സത്യസന്ധതയും നേരെയുള്ള സംസാരവും ഇവർക്ക് മതിപ്പ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ബിസിനസ്സിൽ ഇവർ ശോഭിക്കും. 28 വയസ്സിന് ശേഷം ഇവർക്ക് ജോലി സ്ഥിരതയുണ്ടാകും. സാമ്പത്തിക ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ പ്രകടമായി ഉണ്ടാകും. സർക്കാർ സർവീസ്, മെഡിക്കൽ രംഗം, എഞ്ചിനീയറിംഗ്, സൈന്യം, പോലീസ്, മാനേജ്മെൻറ്റ് രംഗങ്ങൾ എന്നിവയിൽ ഇവർ ശോഭിക്കും. ധനവർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ജാഗ്രത കുറവ് നഷ്ടങ്ങൾ വരുത്തിവെക്കും. കുടുംബജീവിതം സൗഭാഗ്യപ്രദമാണ്. ഭാര്യയോട് സ്നേഹവും സംരക്ഷണവും കൊടുക്കണമെന്ന ബോധ്യവും ഇവർക്ക് അധികമായി തന്നെ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ അഹങ്കാരവും സ്വഭാവത്തിലെ കാഠിന്യവും മൂലം ബന്ധങ്ങൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കും. വികാരാധീനനും ആത്മാർത്ഥത ഉള്ളയാളുമായിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ആരോഗ്യമുള്ള ശരീരത്തോടും മനസ്സോടും കൂടിയവരാണ്. മസിലുകൾ നിറഞ്ഞ ശരീരം ഇവരുടെ പ്രത്യേകതയുമാണ്. തലവേദന, പിത്തം, രക്തസമ്മർദ്ദം ഇവ ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പ്രധാനമായും സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും. സംസാരത്തിൽ വ്യക്തതയും ഉറച്ച അഭിപ്രായവും ഉള്ളവരായിരിക്കും. ആകർഷകമായ ശരീരവും പുഞ്ചിരിയും മുഖഭാവവും ഇവരുടെ പ്രത്യേകതകളായിരിക്കും. പെട്ടെന്ന് മാറിവരുന്ന സ്വഭാവം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. കരുണയും കാരുണ്യവും ഉള്ളവരാണ്. എങ്കിലും മാറിവരുന്ന സ്വഭാവം പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച പ്രാപിക്കും. നേതൃഗുണവും സംഘാടനവും ഇവരെ സംബന്ധിച്ച് ഉത്തമ ഗുണങ്ങളാണ്. അധ്യാപകരായും കലാരംഗത്തും മെഡിക്കൽ രംഗത്തും ഭരണകർത്താക്കളായും ഇവർക്ക് ശോഭിച്ച് കഴിവ് തെളിയിക്കാൻ സാധിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഭർത്താവ് കുടുംബസ്നേഹമുള്ളവനും സംസ്കാരസമ്പന്നനും ത്യാഗമനോഭാവം ഉള്ളയാളുമായിരിക്കും. സ്വഭാവത്തിലെ സ്വതന്ത്രതാബോധം പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബത്തിനും ഭർത്താവിനും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവരാണ്. സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ കഴിവുള്ളവരാണ്. ചെലവ് നിയന്ത്രിക്കണം. ഉദാരത നിമിത്തം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യം പൊതുവെ നല്ലതാണ്. തലചുറ്റൽ, ഹോർമോണുകളുടെ അസന്തുലനം, രക്തസമ്മർദ്ദം ഇവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ധ്യാനവും പ്രഭാതത്തിലുള്ള നടത്തവും നല്ലതാണ്.
യോഗ ശീലിക്കുന്നതും നല്ലതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങൾ ശുഭകരമാണ്. ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരും. ഗണപതി, ദുർഗ എന്നീ മൂർത്തികളെ ആരാധിച്ചാൽ ഫലം ഉറപ്പായി ലഭിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഇവയാണ്: ഭരണി, കാർത്തിക, രോഹിണി, പുണർദം, ഉത്രം, അനിഴം, മകം എന്നിവയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ. ഈ പുരുഷന്മാർക്ക് ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ്: ചിത്തിര, വിശാഖം, മൂലം, അവിട്ടം, പൂരം എന്നീ നക്ഷത്രക്കാരുമായി വിവാഹബന്ധമോ മറ്റു കൂട്ടുപ്രവർത്തനങ്ങളോ ഇവർക്ക് നല്ലതല്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ്: ഭരണി, കാർത്തിക, മകയിരം, ഉത്രം, അനിഴം, മകം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുയോജ്യമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ്: മൂലം, അവിട്ടം, പൂരം, വിശാഖം, രേവതി എന്നീ നാളുകാരുമായി വിവാഹബന്ധമോ കൂട്ടുപ്രവർത്തനങ്ങളോ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഒഴിവാക്കേണ്ടതാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നാളുകാർക്ക് 2026 ജനുവരി 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള പൊതുഫലം ഇനി പറയുന്നവയാണ്. പൊതുവത്സരത്തിൽ പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കാവുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നുചേരും. ചെറിയ വെല്ലുവിളികൾ കരിയറിൽ മാറ്റങ്ങളുണ്ടാക്കും. പഴയ ആശയങ്ങൾ പുതുക്കി മുന്നോട്ട് പോകും. ക്ഷമയും സഹനവും അത്യാവശ്യമായി വേണ്ട കാലഘട്ടമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് ഉന്നതരുടെ പിൻബലം ലഭിക്കും. സർക്കാർ ജോലിയിൽ സ്ഥിരത ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബിസിനസ്സിൽ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ വളർച്ച പ്രകടമായി ഉണ്ടാകും. ചെലവ് നിയന്ത്രിക്കണം. വരുമാനം കുറയും. പഴകിയ കടബാധ്യതകൾ തീർക്കണം. അത്യാവശ്യമായി ഈ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ദോഷകരമായി തീരും. ആരോഗ്യം ശ്രദ്ധിക്കണം. ചുമയും ശ്വാസതടസ്സവും പിത്തസംബന്ധമായ രോഗങ്ങളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. രാവിലെ വ്യായാമം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നാളുകാരുടെ 2026 ഏപ്രിൽ 1 മുതൽ ജൂൺ അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ പൊതുഫലങ്ങൾ ഇനി പറയുന്നവയാണ്: പുതിയ ബന്ധങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അനുകൂലമാണ്. ഭാഗ്യം തുടങ്ങുന്ന സമയം. പഴയ തെറ്റിദ്ധാരണകൾ തീർത്ത് കുടുംബജീവിതം മെച്ചപ്പെടുത്താവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും. യാത്രകൾ കൂടുതലായി ഉണ്ടാകും. പുതിയ ജോലി ലഭിക്കാം. വിദേശ ബന്ധങ്ങളിലൂടെയും ഓൺലൈൻ ഇടപാടുകളിലൂടെയും വരുമാനം വർദ്ധിക്കും. സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങളെടുക്കും. നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. ഭക്ഷണം ശ്രദ്ധിക്കണം. ക്രമം പാലിച്ച് മാത്രം കഴിക്കുക. ശരീരസുഖവും സാമർഥ്യവും പ്രകടമായിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് 2026 ജൂലൈ 1 മുതൽ സെപ്റ്റംബർ അവസാനം വരെയുള്ള പൊതുഫലം ഇനി പറയുന്നവയാണ്: പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടും. കുടുംബ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും. പുതിയ ജോലികളും ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. ആത്മീയതയിലും പ്രാർത്ഥനയിലും കൂടുതൽ താല്പര്യമുണ്ടാകും. സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാം. ഓഫീസ് പ്രവർത്തനങ്ങളിൽ അസൂയാവഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാര്യങ്ങൾ ശാന്തമായി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലവുകളിൽ താൽക്കാലിക വർധനമുണ്ടാകുമെങ്കിലും പിന്നീട് നേട്ടങ്ങളായി പരിണമിക്കും. വീടിനും വാഹനങ്ങൾക്കും ചിലവ് വർദ്ധിക്കും. ഉറക്കക്കുറവും തലവേദനയും അലട്ടും. വിശ്രമം വേണ്ടിവരുന്ന കാലഘട്ടമാണിത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2026 ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള പൊതുഫലം ഇനി പറയുന്നവയാണ്: വർഷാന്ത്യത്തിൽ സാമ്പത്തിക പുരോഗതിയും ലാഭവും ആത്മീയശുദ്ധിയും ലഭിക്കും. പ്രയത്നങ്ങൾക്ക് ഫലം കാണുന്നു. മുൻകാല പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവത്തിൽ വരും. കുടുംബത്തിൽ സന്തോഷവാർത്തകൾ കേൾക്കും. പ്രശസ്തിയും സ്ഥാനമാനങ്ങളും കൈവരും. പുതിയ ബന്ധങ്ങൾ തുടങ്ങാവുന്നതാണ്. നിക്ഷേപം, സ്വത്തുവക എന്നിവയിൽ സ്ഥിരതയുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ആത്മശുദ്ധിയും ആത്മവിശ്വാസവും മനഃശാന്തിയും വർദ്ധിക്കും. ഇവയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പൊതുഫലങ്ങൾ. 2026 ജനുവരി 1 മുതൽ ഡിസംബർ അവസാനം വരെയുള്ള പൊതുഫലങ്ങളിൽ ദൈവാധീനവും സാമ്പത്തികപരവും കുടുംബ ഐശ്വര്യവും ആരോഗ്യവും പൊതുവെ കാണുന്നൊരു ഫലമാണ്. എല്ലാവർക്കും നമസ്തേ, സുഖം.